പണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വളരെ വലിയ പ്രോസസ്സായിട്ടാണ് തോന്നിയിരുന്നത് കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമായിരുന്നു ബിരിയാണി. പക്ഷേ ഇന്ന് അങ്ങനെയല്ല അല്ലേ? കാലം വളരെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ദമ്മിട്ട് വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഊറ്റിയെടുക്കുകയല്ല, അരി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അളവ് വെള്ളം ഞാൻ ആദ്യമേ കുക്കറിലേക്ക് ഒഴിച്ചു. അതിലേക്ക് സ്പൈസസ് ഇട്ടു. 1 സ്പൂൺ നെയ്യും ഒഴിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ കുതിർത്തി വെച്ച ജീരകശാല അരിയിട്ട് അങ്ങ് ദമ്മിട്ട് വെള്ളം വറ്റിയാവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ചിക്കനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു മുട്ടയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കാം. ആ സമയം കൊണ്ട് എൻ്റെ അരി ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞു. ഞാനതിന് അടുത്ത അടുപ്പിലേക്ക് ദമ്മിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ചിക്കൻ ഒരു പോർഷൻ കുറച്ച് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പോർഷൻ ഇട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം വേവിച്ച് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ചിക്കൻ ഒരു പോർഷൻ വറുത്ത് കോരണം. ഇതുപോലെ 2 പോർഷൻ ആക്കിയിട്ട് ചിക്കന് ഫുള്ളായിട്ട് നമുക്ക് വറുത്ത് കോരിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് ഒരു കഷ്ണം പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് വളരെ ചെറുതായി അരിഞ്ഞ സവോള ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാള വഴറ്റുന്നതിലാണ് നമ്മളൊരു ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ സവാള വഴറ്റിയെടുക്കണം. വഴറ്റി വന്ന സവാളയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചത് അതും ഇട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് തക്കാളിയിലെ വെള്ളമയം എല്ലാം പോയി എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് 1/2 കപ്പ് തൈരും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു ഒരു 10 മിനിറ്റ് അതങ്ങനെ വെച്ചേക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മളുടെ ദമ്മ് പൊട്ടിച്ച് അരി പാകമായോ എന്ന് നോക്കിക്കൊള്ളണം. എൻ്റെ അരി കറക്റ്റായിട്ട് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ആ അരി ഞാൻ ലെയറായിട്ട് ഇടുന്നില്ല, ഒരേ ലെയറിൽ ബിരിയാണി ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കനിലോട്ട് നമ്മുടെ 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ചോറ് ഇട്ടതിന് ശേഷം മല്ലി, പുതിന, വറുത്ത് വെച്ച ഉള്ളി, പിന്നെ പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കളറിന് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. കുറച്ച് നെയ്യ് ഇതെല്ലാം ചേർത്ത് മൂടി വെച്ച് ഒരു 15 നിമിഷം നമ്മൾ ദമ്മ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ. ഇതിൽ കാഷ്യൂ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, അതൊന്നും നമ്മുടെ വീട്ടിലാർക്കും അത് ആ ടേസ്റ്റ് പിടിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം മുകളിലത്തെ ലെയർ ചോറ് എടുത്ത് അടിയിലുള്ളത് മിക്സ് ചെയ്തെടുത്താൽ സൂപ്പർ ബിരിയാണി കേട്ടോ.